വിഷ്ണു സുരേഷ് കൂടിയുണ്ട്. വിഷ്ണു, അങ്ങനെ തനിക്ക് ശത്രുക്കളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇതിനു മുൻപ് എന്തെങ്കിലും ഭീഷണികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി തന്നെ പോലീസിൽ പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നതിനുൾപ്പെടെ ഒക്കെയുള്ള തുടർ ചോദ്യങ്ങൾ, തുടർ മറുപടികളൊക്കെ ഷൈൻ നൽകേണ്ടി വരും. ചോദ്യം ചെയ്തതിൽ ഏകദേശം 2.5 മണിക്കൂർ പിന്നിടുന്നു. അതിലാണ് ഷൈൻ ഏറ്റവും നിർണായകമായ ഒരു ഉത്തരം നൽകിയത്. താൻ അവിടെ നിന്ന് ഓടിയത് ഇത് ഡാൻസ് ഓഫ് പരിശോധനയാണോ ലഹരി പരിശോധനയാണോ എന്ന് അറിയാതെയാണ്. തന്നെ ആരോ ആക്രമിക്കാൻ വരുന്നു, ഗുണ്ടകൾ ഓടി വരുന്നത് പോലെ തോന്നി. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ജീവൻ രക്ഷാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ റിസ്ക് എടുത്ത് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്ന് ഷൈൻ മറുപടി നൽകിയിരിക്കുന്നു. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഇതിനു മുൻപ് അത്തരത്തിലൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഷൈൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളുള്ള കാര്യങ്ങളൊന്നും ഷൈൻ ഇതുവരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല, കുടുംബാംഗങ്ങളോടൊന്നും പറയുകയും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ മറുപടി നൽകുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് പോലീസ് വീണ്ടും ചോദിച്ചു വരികയാണ്. ഏകദേശം 3 മണിക്കൂറിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യൽ. അതിനിടയിലാണ് ഷൈൻ്റെ ഏറ്റവും നിർണായകമായ മറുപടി വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചു വരികയാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ശത്രുക്കളാണ്? സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഉള്ള ആളുകളാണോ? നേരത്തെ ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ്റെ പിതാവ് പറഞ്ഞിരുന്ന ഒരു മറുപടിയുണ്ട്. അന്ന് ഈ കേസിൽ കുറ്റമുക്തനാക്കിയ ഘട്ടത്തിൽ ഷൈനെ ആരൊക്കെയോ ചേർന്ന് പിടത്തിയതാണ് എന്ന തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടോ എന്നൊക്കെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അത്തരത്തിൽ ശത്രുക്കൾ ഉണ്ട് എന്ന് മാത്രം ഉള്ള മറുപടി നൽകുന്നു. അത് ആരൊക്കെയാണെന്ന് തനിക്ക് വ്യക്തമായി അറിയില്ല, അത് ആരൊക്കെയാണെന്ന് തന്റെ മുമ്പിൽ ഒരു കോൺക്രീറ്റ് ആയ ഒരു ഇമേജ് പറയാൻ തനിക്കില്ല എന്നുള്ള മറുപടിയൊക്കെയാണ് ഷൈൻ നൽകുന്നത്. പോലീസ് അങ്ങനെ ഷൈൻ്റെ മറുപടി പൂർണ്ണമായും വിശ്വാസത്തിലൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ എറണാകുളത്തെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലർ സജീർ. പക്ഷേ വിഷ്ണു, ഇത്തരം മറുപടികളൊക്കെ നൽകുമ്പോൾ പോലും ഇതിനു മുൻപ് കഴിഞ്ഞ 1 മാസത്തെ കോൾ റെക്കോർഡ് ഡീറ്റെയിൽസ് പോലീസിന്റെ കയ്യിലുണ്ട്. ഇയാൾ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ കാര്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളുള്ള പോലീസിനോടാണ് ഇയാൾ ഇത്തരം മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതും പ്രധാനമല്ലേ? അനുജ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഷൈൻ ടോം ചാക്കോ ഒറ്റവാക്കിൽ മറുപടി ഒതുക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറുപടി പറയുകയോ ഒക്കെ ചെയ്താൽ അത് അദ്ദേഹത്തിന് തന്നെ കുരുക്കായി പിന്നീട് മാറും. കാരണം ഇത് കേവലം ഒരു ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഇത് കൃത്യമായ ശാസ്ത്രീയ രൂപത്തിലുള്ളൊരു ചോദ്യം ചെയ്യലാണ്. കൃത്യമായി ചോദ്യാവലി തയ്യാറാക്കി ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് ഇടപാടുകൾ, 1 മാസത്തെ ഫോൺ റെക്കോർഡുകൾ, ഇയാൾ സഞ്ചരിച്ച മേഖലകൾ, അതോടൊപ്പം തന്നെ യാത്ര ചെയ്ത വിദേശ രാജ്യത്തെ യാത്ര, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെ എല്ലാം സമാഹരിച്ചുകൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തയ്യാറാക്കിയ ചോദ്യങ്ങളോടാണ് ഷൈൻ ടോം ചാക്കോ മറുപടി പറയുന്നത്. പോലീസിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അത് ഷൈനിൽ നിന്ന് കൂടുതൽ വ്യക്തത വരുത്തുക എന്ന ഭാഗമായാണ് വിളിച്ചു വരുന്നത്. അപ്പോൾ ഷൈൻ ഒന്നും അറിയില്ല എന്നൊരു മറുപടി നൽകിയാൽ അതങ്ങനെ വിശ്വസിക്കാൻ പോലീസ് ഈ ഘട്ടത്തിൽ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഷൈൻ നൽകുന്ന ഈ മറുപടി, അതായത് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നു എന്ന് കരുതി ഓടി എന്നൊരു മറുപടിയും പോലീസ് അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കില്ല. കാരണം നേരത്തെ ഇത്തരത്തിലൊരു പരാതിയും ഷൈൻ്റെ ഭാഗത്തുനിന്ന് വരാത്തൊരു പശ്ചാത്തലത്തിൽ അതിൽ കൂടുതലൊക്കെ വ്യക്തത പോലീസ് വരുത്തും. ഷൈൻ ഇപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗുണ്ടകളാണെന്ന് കരുതി താൻ ഓടി രക്ഷപ്പെട്ടു. 5 അംഗ ഡാൻസ് ഓഫ് സംഘമാണ് ആ മുറിയിലേക്ക് എത്തിയത്. ആ കോറിഡോറിലൂടെ ആദ്യം അവർ ഷൈൻ്റെ ഡോറിൽ വന്ന് മുട്ടിയപ്പോൾ ഷൈൻ പറഞ്ഞത് റൂം സർവീസ് വേണ്ട എന്നാണ്. പിന്നീട് 2ാമത് ഡോറിൽ മുട്ടിയപ്പോഴാണ് ഷൈന് താഴെ നിന്ന് സുഹൃത്ത് ഫോണിലേക്ക് വിളിച്ചു പറയുന്നത് അത് പോലീസാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഷൈൻ അവിടെ നിന്ന് പോലീസാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഓടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഷൈൻ മറ്റൊരു കഥയാണ് പറയുന്നത്. അതായത് അവിടെ നിന്ന് താൻ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ 2-3 പേർ, അതായത് വലിയ ശരീരമൊക്കെ ഉള്ള, കണ്ടാൽ ഗുണ്ടകളെ പോലെ തോന്നുന്ന ആളുകൾ തന്നെ ആക്രമിക്കാൻ വന്നു. ആ ആക്രമിക്കാൻ വരികയാണ് എന്ന് കരുതി താൻ അവിടെ നിന്ന് അത്രയും റിസ്ക് എടുത്ത്, അതായത് 3ാം നിലയിൽ നിന്ന് 2ാം നിലയിലെ ഷീറ്റിലേക്ക് ചാടി, ആ ഷീറ്റ് പൊട്ടി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി 1ാം നിലയിലെ പിന്നീട് 1ാം നിലയിൽ നിന്ന് താഴെ റിസപ്ഷനിലേക്ക് എത്തി അതുവഴി ഓടിപ്പോകുന്ന വലിയ റിസ്ക് ഉള്ളൊരു രക്ഷപ്പെടൽ കടന്നുകളയിൽ കൂടിയായിരുന്നു. ഒരു പക്ഷേ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഷൈൻ ചെയ്തത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് രക്ഷപ്പെടണമെങ്കിൽ അത് പോലീസാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല, അങ്ങനെയല്ല, തന്നെ മറ്റാരോ ആക്രമിക്കാൻ വരുന്നു, പ്രാണരക്ഷാർത്ഥം താൻ ഓടി എന്നൊരു മറുപടിയാണ് ഷൈൻ നൽകിയിരിക്കുന്നത്. അതിന്മേലുള്ള അനുബന്ധ ചോദ്യങ്ങളൊക്കെ പുരോഗമിക്കുന്നു. സിനിമാ മേഖലയിൽ ഷൈൻ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുള്ളതായി പോലീസിന് ഇതുവരെ അത്തരത്തിൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നേരത്തെ ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ പരിശോധനകൾ നടത്തിയപ്പോൾ അതിൽ അന്ന് പോലീസിന് ലഭിച്ചത് ഷൈൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്നാണ്. പിന്നീട് അത് കോടതി അത് കുറ്റമുക്തരാക്കിയെങ്കിലും പോലീസിന്റെ കുറ്റപത്രത്തിലടക്കം പറഞ്ഞിരുന്നത് ഷൈന് നേരിട്ട് ഇത്തരക്കാരുമായി ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഈ കേസുമായി ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതിലൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇല്ല എന്നാണ്. അപ്പോൾ ഷൈൻ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളാണ്
എന്നാണ് 24 പുറത്തുവിടുന്നത്. വിചിത്രമായ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പോലീസാണ് എന്നറിഞ്ഞില്ല, പകരം തന്നെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണ് എന്നാണ് കരുതിയത്. അത് സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവരാണ്, തനിക്ക് ശത്രുക്കളുണ്ട്, തന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആളുകൾ അവരാക്രമിക്കാൻ വന്നു എന്ന് കരുതിയാണ് താൻ ഇത്ര വലിയ റിസ്ക് എടുത്ത് ചാടിയോടി പോയത് എന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ട് 3 ഫോണുകളും കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മറന്നുപോയി എന്ന് മറുപടി.